ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പേട്രിയറ്റ് സിനിമയുടെ ട്രെയിലർ ഡീകോഡിംഗ് ആണ് ഈ വീഡിയോ. ഇതിനു മുൻപ് പേട്രിയറ്റ് സിനിമയുടെ ടീസർ ഡീകോഡിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോയിൽ പറയുന്ന കാര്യം 100% സത്യമാണെന്ന് പറയുന്നില്ല. പകരം ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ചില ഫാക്റ്റുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ സിനിമ ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. സോ വെൽക്കം ടു ബോക്സ് ഓഫീസ്. പേട്രിയറ്റ് എന്ന സിനിമ ഒരു എസ്പെയിനോജ് സ്പൈ ത്രില്ലറാണ്. അതായത് ഒരു കാലത്ത് ഇന്ത്യയുടെ അതീവ സുരക്ഷയുള്ള ഡിഫൻസ് മേഖലയിലെ 2 ഓഫീസർമാർ ചെയ്യാത്ത തെറ്റിന് രാജ്യദ്രോഹികളായി മുദ്രകുത്തപ്പെടുകയും പിന്നീട് അവർ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള അതീവ രഹസ്യമുള്ള പല കാര്യങ്ങൾ പുറം ലോകത്തിനു മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് സിനിമയുടെ കഥയെന്ന് ട്രെയിലറും ടീസറും സൂചിപ്പിക്കുന്നു. ട്രെയിലറിലേക്ക് വരുമ്പോൾ നയൻതാരയുടെ കഥാപാത്രം ഒരു പെൺകുട്ടിയോട് സത്യം തുറന്നു പറയാൻ വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ പെൺകുട്ടി ആരെയാണ് പേടിക്കുന്നത്? എന്ത് പ്രശ്നത്തിലാണ് ഈ പെൺകുട്ടി അകപ്പെട്ടു പോയത്? ഇതിന്റെ ഉത്തരമാണ് സിനിമയിൽ ഫഹദും നയൻതാരയും കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള പല കഥാപാത്രങ്ങൾ കൂടെ പറയുന്ന പെരിസ്കോപ്പ് എന്ന വാക്ക്. രേവതിയുടെ കഥാപാത്രം ട്രെയിലറിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, അവരുടെ ആഭ്യന്തര രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സോഫ്റ്റ്വെയർ എന്തിനാണ് സിവിലിയൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന്. മാത്രമല്ല ഈ പെരിസ്കോപ്പ് ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഡാറ്റ നമ്മൾ അറിയാതെ നിരീക്ഷിച്ച് മോഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് പെരിസ്കോപ്പ്. ഫഹദിന്റെ നിയന്ത്രണത്തിലുള്ള ശക്തി സൊല്യൂഷൻസ് ആണ് ഈ പെരിസ്കോപ്പ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയതെന്ന് ഊഹിക്കാം. ടീസറിൽ പറയുന്നുണ്ട്, ഒരു വലിയ പവറുള്ള സംഘടന, അതൊരു പക്ഷേ ഭരിക്കുന്ന ഗവൺമെന്റ് ആകാതിരിക്കാം, അവരൊരു പദ്ധതി ഉണ്ടാക്കുന്നു. അതായത് കുട്ടികൾക്ക് ഫ്രീ ആയി ലാപ്ടോപ്പ് കൊടുക്കുന്ന ഒരു സ്കീമിന് അനുമതി കൊടുക്കുന്നുണ്ട്. അതുവഴി ധാരാളം ലാപ്ടോപ്പുകൾ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ലാപ്ടോപ്പിനുള്ളിൽ പെരിസ്കോപ്പ് സോഫ്റ്റ്വെയർ ഘടിപ്പിക്കുകയും അതിലൂടെ അവരറിയാതെ തന്നെ ആ ലാപ്ടോപ്പുകൾ ഹാക്ക് ചെയ്യുകയും അതിലൂടെ പ്രധാനപ്പെട്ട ഡാറ്റകൾ ചോർത്തിയെടുക്കുക, അവരുടെ സമ്മതമില്ലാതെ ലാപ്ടോപ്പ് ഉപയോഗിക്കാനുള്ള കൺട്രോൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ആ സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പലരുടെയും ലാപ്ടോപ്പും ഫോണും ഈ പറഞ്ഞ സൊല്യൂഷൻ കമ്പനിയുടെ നിയന്ത്രണത്തിലാണെന്ന് ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിദ്യാർത്ഥിനിയുടെ ലാപ്ടോപ്പിൽ നിന്നും ആ വിദ്യാർത്ഥിനി അറിയാതെ ഏതോ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തതിന് പോലീസ് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ആ പെൺകുട്ടിയെയാണ് ട്രെയിലറിന്റെ തുടക്കത്തിൽ നയൻതാര കണ്ടെത്തി എന്താണ് യഥാർത്ഥ സത്യം ലോകത്തിനു മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടി ആ പെൺകുട്ടിയെ സഹായിക്കുന്നത്. ഈ പെരിസ്കോപ്പ് സോഫ്റ്റ്വെയർ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഡാറ്റ ഹാക്ക് ചെയ്ത് ചൂഴ്ന്നെടുക്കുന്നത് കൊണ്ട് തന്നെ രേവതിയുടെ കഥാപാത്രം ഇതിന് അനുമതി കൊടുക്കുന്നില്ല. എന്നാൽ പിന്നീട് രേവതിയുടെ കഥാപാത്രം മരണപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ ഹൈലി ഡേഞ്ചർ ആണെന്ന് നയൻതാര തന്നെ ട്രെയിലറിൽ പറയുന്നുണ്ട്. കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം ഫഹദ് ഫാസിലിന്റെ പാർട്ണർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അവർ രണ്ടുപേരും ചേർന്ന് ഈ ശക്തി സൊല്യൂഷനിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയും കുഞ്ചാക്കോ ബോബന്റെ കാമുകിയായി വരുന്ന ദർശനയുടെ കഥാപാത്രം അയാളുടെ ID കാർഡ് ഉപയോഗിച്ച് ഈ ശക്തി സൊല്യൂഷനിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുപിടിക്കുന്ന ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബന് ദർശനയുടെ കഥാപാത്രം ഒരു സ്പൈ ആണെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഫ്രീ ആയി ലാപ്ടോപ്പ് കൊടുത്ത് അതിൽ നിന്നും അവരറിയാതെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്ത് ഡാറ്റ എടുക്കുന്ന സ്കീം സിനിമയിൽ കാണിച്ചപ്പോൾ 2011 കേന്ദ്ര ഗവൺമെന്റ് ആകാശ് ടാബ് എന്ന പേരിൽ ഒരു ടാബ് പുറത്തിറക്കുകയും ധാരാളം കുട്ടികൾക്ക് ഫ്രീ ആയി പഠനാവശ്യത്തിന് വേണ്ടി കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് പെട്ടെന്ന് തന്നെ ആകാശ് ടാബ് സംവിധാനം നിർത്തലാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇതൊരു വലിയ സംശയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത്തരം സ്കീമുകളുടെ പിന്നിൽ നമ്മൾ അറിയാത്ത എന്തോ വലിയ രഹസ്യമുണ്ടെന്ന് ഈ സിനിമയിലൂടെ പറയാൻ സംവിധായകൻ ആഗ്രഹിക്കുന്നുണ്ട്. സിനിമയുടെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്, ഇൻസ്പയർഡ് ദ ലൈഫ്സ് ഓഫ് ഡിസീഡിയൻസ് എന്നാണ്. ഡിസീഡൻസ് എന്നാൽ വിമതൻ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തി എന്നൊക്കെ അർത്ഥമുണ്ട്. സർക്കാരിനെയോ ഒരു വലിയ പ്രസ്ഥാനത്തെയോ എതിർക്കുന്നവരെല്ലാം വിമതൻ എന്ന് വിളിക്കുന്നുണ്ട്. സിനിമയുടെ ട്രെയിലറിൽ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെയും കഥാപാത്രങ്ങൾ അവർ വിമതനാണെന്ന് പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്ന കഥാപാത്രം ഡിഫൻസ് മേഖലയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ്. അദ്ദേഹം എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് വർഷങ്ങളിലായി പല സംഘങ്ങൾ അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഒരു സ്ഥലത്ത് നിൽക്കാതെ പല രാജ്യങ്ങളിലുമായി അയാൾ തന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തനിക്ക് പറയാനുള്ള സത്യങ്ങൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ മമ്മൂട്ടിയുടെ കഥാപാത്രം സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ സത്യങ്ങൾ ഒരു വലിയ ശക്തിയെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കണ്ടെത്തി കൊലപ്പെടുത്താൻ വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ട് ട്രെയിൻഡ് ആയ ഒരു സംഘത്തെ അവർ അയക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഡാനിയൽ എന്ന കഥാപാത്രം ഇന്ത്യയിലേക്ക് വരില്ല എന്നും ഇന്ത്യയിൽ വന്നാൽ അയാളുടെ ജീവൻ ആപത്താണെന്നും പറയുന്നുണ്ട്. അപ്പോൾ മമ്മൂട്ടിയുടെ കഥാപാത്രം രാജ്യത്തെ ബാധിക്കുന്ന ഒരു വലിയ രഹസ്യം കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെന്ന് സൂചിപ്പിക്കുന്നു. മമ്മൂട്ടിയുടെ ഡാനിയൽ എന്ന കഥാപാത്രം തനിക്ക് പറയാനുള്ള സത്യങ്ങൾ അഥവാ ആശയങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വിദേശ രാജ്യങ്ങളിലെ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നതായിട്ടും അത് തടയാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്നാൽ ആ ഉച്ചകോടിയിൽ വെച്ച് മമ്മൂട്ടിയുടെ ഡോക്ടർ ഡാനിയൽ എന്ന കഥാപാത്രം പെരിസ്കോപ്പിന് സമാനമായ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ ലാപ്ടോപ്പുകളെയും ഫോണുകളെയും നിയന്ത്രിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പെരിസ്കോപ്പ് സോഫ്റ്റ്വെയറിന്റെ ഡാറ്റ കണ്ടെത്താൻ വേണ്ടിയുള്ള മമ്മൂട്ടിയുടെ സഹായിയാണോ ദർശനയുടെ സ്പൈ കഥാപാത്രമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മമ്മൂട്ടിയുടെ സ്പീച്ചിന് ശേഷം ദർശനയുടെ ഫോണിലേക്കും ഇത്തരം മെസ്സേജുകൾ വരുന്നതായി കാണിക്കുന്നുണ്ട്. പെരിസ്കോപ്പ് സോഫ്റ്റ്വെയർ മറ്റുള്ളവരെ സീക്രട്ടായി നിരീക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ പ്രൈവറ്റ് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ സിനിമ ഇറങ്ങിയതിനു ശേഷം ഈ ഒരു ആശയം ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമാകാനും സാധ്യതയുണ്ട്.
മമ്മൂട്ടിയുടെ ഡാനിയൽ ജെയിംസ് എന്ന കഥാപാത്രത്തിന്റെ ഒരു കാല് നഷ്ടപ്പെട്ടു പോകുന്നതായി ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ സഹായിക്കാൻ വരുന്ന മോഹൻലാലിന്റെ കേണൽ റഹീം നായിക് എന്ന കഥാപാത്രത്തിനും ഒരു കാല് മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് രാജ്യത്തിന് വേണ്ടി പല ഓപ്പറേഷൻസ് നടത്തി ശരീരത്തിന്റെ പല ഭാഗങ്ങൾ നഷ്ടപ്പെട്ട രണ്ട് രാജ്യസ്നേഹികളാണ് ഇവരെന്ന് ഇത് സൂചിപ്പിക്കുന്നു. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ഇന്നൊരു വലിയ ആവശ്യം വരുമ്പോൾ ഒരു പട്ടാളക്കാരനായ താൻ ഉറപ്പായും സഹായിക്കുമെന്ന് മോഹൻലാലിന്റെ കഥാപാത്രം പറയുമ്പോൾ ഇവർ തമ്മിലുള്ള വർഷങ്ങളോളമുള്ള അടുപ്പത്തെ തുറന്നു കാട്ടുന്നു. കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഒരു കാലത്ത് പാർട്ട്നേഴ്സ് ആയിരുന്നെങ്കിലും താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം സത്യത്തിന് വേണ്ടി താൻ മാറി ചിന്തിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇതെന്റെ റിഡംഷൻ ആണെന്ന് കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം ട്രെയിലറിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഫഹദിന്റെ കഥാപാത്രം നമ്മൾ രണ്ടുപേരും ഒരു കാലത്ത് ഇത് ഒരുമിച്ച് തുടങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ചാക്കോ ബോബനുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് പാർട്ട്ണർമാരിൽ ഒരാൾക്കെതിരെ തിരിഞ്ഞ് പുറത്തു പോകുമ്പോൾ അവരുടെ ആശയങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ശത്രുത എത്രത്തോളം വലുതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. പിന്നീട് കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം മുഴുവൻ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കഥാപാത്രങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തിനുള്ളിൽ വർഷങ്ങളായി നടക്കുന്ന ഒരു രഹസ്യം പവർഫുൾ ആയ ഒരു സിസ്റ്റത്തെ ബാധിക്കുന്നത് കൊണ്ടായിരിക്കാം ഫഹദിന്റെ കഥാപാത്രം ഒരു ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ച് ആക്രമിക്കാൻ പോകുന്നതിന്റെ കാരണം. ഒരു കാലത്ത് രാജ്യത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടിയ രണ്ടുപേർ തങ്ങളുടെ മേൽ അടിച്ചുവെച്ച രാജ്യദ്രോഹി എന്ന പേര് എന്നേക്കുമായി മാറ്റാൻ വേണ്ടി ഒരു വലിയ സിസ്റ്റത്തിനെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടമായിരിക്കാം ഈ സിനിമ. അതുകൊണ്ട് തന്നെയാണ് ട്രെയിലറിലും ടീസറിലും മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾ കൂടെ താൻ രാജ്യദ്രോഹിയല്ല, പേട്രിയറ്റ് ആണ് അഥവാ രാജ്യസ്നേഹിയാണെന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.